Hi friends, welcome back to my channel. കുട്ടികളിൽ ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, അതേപോലെ തന്നെ അവരിൽ എത്രത്തോളം ഓർമ്മശക്തി നിലനിർത്തുവാനുള്ള കഴിവ് ഉണ്ട് എന്ന് പരിശോധിക്കുവാനുമുള്ള 5 കിടിലൻ ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ടിപ്സുകൾ ഞാൻ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇത് പ്രയോഗിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്ലീസ് വാച്ച്. ടിപ്പ് നമ്പർ 1, റിപ്പീറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ നാം ഒരു ഇൻഫോർമേഷൻ അവരിലേക്ക് കൈമാറിയാൽ, അഥവാ എന്തെങ്കിലും കാര്യം അവരിലേക്ക് നാം പഠിപ്പിച്ചു കൊടുത്താൽ അത് റിപ്പീറ്റ് ചെയ്ത് അവരോട് ചോദിക്കുക. ആ പഠിച്ച ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അവരോട് ചോദിക്കുക. പിന്നെ അതിനെ സ്പേസ്ഡ് ഇൻട്രവലായി അത് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് സഡൻ, സെക്കൻഡ് റിവ്യൂ എന്ന് പറയുന്നത് 24 hours ago, ഒരു ദിവസം കഴിഞ്ഞ് ചോദിക്കുക. അതേപോലെ തേർഡ് റിവ്യൂ എന്ന് പറയുന്നത് 1 week later, അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ചോദിക്കുക. പിന്നെ ഫോർത്ത് റിവ്യൂ എന്ന് പറയുന്നത് 1 month later, അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി ചോദിക്കുക. പിന്നെ ഫിഫ്ത്ത് റിവ്യൂ എന്ന് പറയുന്നത് 3 months later, അപ്പോൾ 3 മാസം കഴിഞ്ഞ ആ വിഷയത്തെ പറ്റി നമുക്ക് അവരോട് ചോദിക്കുക. അപ്പോൾ അവർക്ക് അത് കൂടുതൽ ഓർമ്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാകും. അതാണ് പറയുന്നത് റിപ്പീറ്റ് ഇൻഫോർമേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആവർത്തിക്കുക, ഒരു കാര്യത്തിനെ പറ്റി ആവർത്തിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ കുട്ടികളിൽ അത് ഓർമ്മ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ഇറ്റ് ലൗഡ്. ഉച്ചത്തിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ സൗണ്ട് കൂട്ടിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് നമ്മളെ മെമ്മറിയിൽ ആഡ് ആവാൻ അത് ഹെൽപ്ഫുള്ളാകുന്നതാണ്. പാടി പഠിക്കുകയാണെങ്കിലും ചൊല്ലിപ്പഠിക്കുകയാണെങ്കിലും അതൊക്കെ നമ്മൾ സൗണ്ട് കൂട്ടിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ അത് നമുക്ക് ഓർമ്മശക്തി നിലനിർത്താൻ ഹെൽപ്ഫുള്ളാകും. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്പർശനയന്ത്രങ്ങൾ വഴി എത്തിക്കുക. അപ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സ്പർശിച്ചുകൊണ്ടും ഒക്കെ പഠിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അത് എന്നും ഓർത്തു വെക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വെജിറ്റബിൾസിനെ പേര് പഠിക്കുകയാണെങ്കിൽ അതവർക്ക് കാണിച്ചുകൊണ്ട് തൊട്ടുകൊണ്ട് അതിൻ്റെ മണം ആസ്വദിച്ചു കൊണ്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്നും ആ വെജിറ്റബിളിൻ്റെ പേരും അതേപോലെ തന്നെ അതിൻ്റെ നിറവും ഒക്കെ അവർ ഓർത്ത് വെക്കാൻ അവരെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ടിപ്പ് നമ്പർ 4, ഉദാഹരണത്തിലൂടെ അഥവാ കഥ പറഞ്ഞും പാട്ടുപാടിയും ചിത്രങ്ങളിലൂടെയൊക്കെ അവരെ അതിലേക്ക് നാം ആ ഇൻഫോർമേഷനിലേക്ക് അവരെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അതിനെക്കുറിച്ച് ലോങ് ടൈമായി ഓർത്തു വെക്കാൻ അത് അവരെ സഹായിക്കും. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഗെയിംസാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികൾ. അപ്പോൾ ഈ കളികളിലൂടെ നമുക്ക് അവർക്കുള്ള മെമ്മറി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുവാനും അത് തന്നെ അതിനെ പവർഫുള്ളാക്കാനും ഹെൽപ്ഫുള്ളാകുന്ന പല ഗെയിംസുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിംസ് ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല ഐറ്റംസും അവർക്ക് മുമ്പിൽ നിർത്തി വെക്കുക. ഒരു അറ്റ്ലീസ്റ്റ് 5, 6 അല്ലെങ്കിൽ ഒരു 10 ഐറ്റംസ് അവിടെ അവരെ മുമ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അവർക്ക് അതിനെ ഒരു 5 minutes അതൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. എന്നിട്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരോട് ചോദിക്കുക എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉണ്ടായതെന്ന് എണ്ണിപ്പറയാൻ പറയുക. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഗെയിംസൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ അവരെ മെമ്മറി പവർഫുള്ളാക്കാൻ ഹെൽപ്ഫുള്ളാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങളുടെ കുട്ടികൾ ട്രൈ ചെയ്യുക. തീർച്ചയായും ഇതിൻ്റെ ഫലം കാണും. അപ്പോൾ ഞാനിതൊക്കെ ട്രൈ ചെയ്ത് വിജയിച്ച ടിപ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. തീർച്ചയായും ഇത് യൂസ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു. Please subscribe my channel. Thank you for watching.